ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസിലേക്ക് നമുക്ക് പോകാം. ഇത് നമ്മുടെ 5th സ്റ്റേജിന്റെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. അതിനായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രേയസ്, put your hands together for ശ്രേയസ്. ശ്രേയസിന്റെ ഇന്നത്തെ പെർഫോമൻസ് നൊസ്റ്റാൾജിയ റൗണ്ടിലാണ്. മോൻ ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഔട്ട് ഓഫ് സിലബസ് എന്ന മൂവിയിലെ ഈ കൽപ്പടവിൽ. നല്ല സോങ് സെലക്ഷൻ ആണ്. അങ്ങനെ ആരും പാടി കേട്ടിട്ടില്ല. നന്നായിട്ട് പാടാം ശ്രേയസ്. ഓൾ ദ ബെസ്റ്റ് മോനു. താങ്ക്സ്. ലെറ്റ്സ് മൂവ് ടു ഇറ്റ്. ഒരിക്കൽ കൂടി നീരുന്നെങ്കിൽ ഒരു വേനൽ മുഴുവനും അടരുന്ന പൂക്കളായി ഇനിയും നിന്നെ ഞാൻ മൂടിനെ ഈ കൽപ്പടവിൽ ഈ മരത്തണലിൽ ഒരിക്കൽ കൂടി ഭംഗിയായി മൗനമായി വന്നുവെങ്കിൽ ഒരു വർഷസന്ധ്യതൻ പരിഭവ ഭംഗിയായി മൗനമായി വന്നുവെങ്കിൽ ഒരു മഴക്കാലം നിനക്കു ഞാൻ തന്നേനെ അതിലൊരു മിന്നലായി പടർന്നേനെ ഒരു മഴക്കാലം നിനക്കു ഞാൻ തന്നേനെ അതിലൊരു മിന്നലായി പടർന്നേനെ ഈ കൽപ്പടവിൽ മരത്തണലിൽ ഒരിക്കൽ കൂടി നീരുന്നെങ്കിൽ. ഹിമബിന്ദു ചൂടിയ പൂവിതളായി നീ ശിശിരത്തിൽ വീണ്ടും ഉണർന്നെങ്കിൽ ഹിമബിന്ദു ചൂടിയ പൂവിതളായി നീ ശിശിരത്തിൽ വീണ്ടും ഉണർന്നെങ്കിൽ ഹൃദയത്തിലാളും ചുവപ്പു ഞാൻ തന്നേനെ ഉയിരിലെ ചൂടു പകർന്നേനെ ഹൃദയത്തിലാളും ചുവപ്പു ഞാൻ തന്നേനെ ഉയിരിലെ ചൂടു പകർന്നേനെ ഈ കൽപ്പടവിൽ മരത്തണലിൽ ഒരിക്കൽ കൂടി നീരുന്നെങ്കിൽ. ഇനി വരും കാലങ്ങൾ അറിയാത്ത പാതകൾ ഒരു ബിന്ദുവിൽ വന്നു ചേർന്നുവെങ്കിൽ ഇതുവരെ പറയാത്ത പ്രിയ രഹസ്യം ഹൃദയതളങ്ങളിൽ കുറിച്ചേരി ഈ കൽപ്പടവിൽ
നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ശ്രേയസ്. താങ്ക് യു. എങ്ങനെയുണ്ടായി? പാടിയത് എങ്ങനെ തോന്നി? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ജഡ്ജസിന്റെ കമന്റ് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ, ബിജേട്ടാ, I'll start with you. ശ്രേയസ്, സർ, നൊസ്റ്റാൾജിയ റൗണ്ടിൽ നമ്മളെ റൗണ്ടിൽ ഉള്ള എല്ലാ പാട്ടുകളെയും പോലെ വളരെ ആപ്റ്റായിട്ടുള്ളൊരു പാട്ടായിട്ട് എനിക്ക് തോന്നുന്നു ഈ പാട്ട്. നല്ലോണം പാടി മോനെ പറ്റുന്നൊരു പാട്ടാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് സജസ്റ്റ് ചെയ്തത് ഞാൻ അനൂപിനോട്. അത് എന്താ വെച്ചാൽ അത് ഞാൻ മോനോട് സജസ്റ്റ് ചെയ്യേണ്ടത്, അതായത് യൂട്യൂബില് ഈ ബെന്നറ്റ് വീതരാഗ് ഡ്യൂോ ആണ് ഇത് കമ്പോസ് ചെയ്തത്. രണ്ടുപേര് ചേർന്നിട്ടാണ് കമ്പോസ് ചെയ്തത്. വീതരാഗ് ഈ പാട്ട് പാടിയിട്ടുണ്ട്. അത് മോൻ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടോ? അത് കേൾക്കണം എല്ലാവരും. ഈ പാട്ട് അതായത് കമ്പോസറിന്റെ ഒരു വ്യൂ അതിൽ നിന്ന് നമുക്ക് കിട്ടും. ഞാൻ ഇത് റഫീഖ് അഹമ്മദാണ് എഴുതിയത്, ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്ന സിനിമയില്. അതിനകത്ത് ഒരു വരി, ഞാൻ ഹൃദയത്തിലാളും ചുവപ്പ് ഞാൻ തന്നേനെ, അല്ലെ, ഹൃദയത്തിലാളും ചുവപ്പ് ഞാൻ തന്നേനെ, ഉയിരിലെ ചൂട് പകർന്നേനെ. അദ്ദേഹത്തിന് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കാലത്ത്. നമ്മളുടെ ഇപ്പോഴുള്ള സിനിമയിൽ വ്യാപരിക്കുന്ന വിരലിലെണ്ണാവുന്ന കവികളിൽ ഒരാളാണ് റഫീഖ്. അതുപോലെ എനിക്ക് ഏറ്റവും പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള മ്യൂസീഷ്യൻസ് ആണ് ബെന്നറ്റും വീതരാഗും. ബെന്നറ്റ് ഈസ് എ വെരി ഗുഡ് ഗിറ്റാറിസ്റ്റ്. വീതരാഗ് നല്ലൊരു സിംഗറും മ്യൂസീഷ്യനുമാണ്. എന്തായാലും നല്ലോണം മോൻ പാടിയത് കേട്ടോ. സിസ്റ്ററായിട്ട് പാടി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മോന്റെ ചില പരിമിതികൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയും അത് ട്രെയിൻ ചെയ്യണം. ഓരോ ദിവസം തോറും മെച്ചപ്പെടാവുന്ന ഒരു കാര്യമല്ല അത് ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണ്. എന്തായാലും മോന്റെ ഫുൾ ത്രോട്ടിൽ സെയിം എക്സ്പ്രഷനിൽ ആളുകളിലേക്ക് ഈ പാട്ട് ഇൻജക്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. ഓക്കെ, ശ്രേയസ് മോനെ, ചേച്ചി, മോന് പറ്റിയൊരു പാട്ട്. ഈ പാട്ട് ഒരുപക്ഷെ അത്ര പോപ്പുലർ അല്ലെങ്കിലും നല്ല മ്യൂസിക് ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ബെന്നറ്റ് വീതരാഗ്, എനിക്കും അവരാണ് ചെയ്തതെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം അവര് ആദ്യമായി ചെയ്ത പടം ഗദ്ദാമയാണെന്നുള്ള വിചാരത്തിലിരിക്കുകയായിരുന്നു. പക്ഷെ അതിനു മുമ്പേ അവര് ഒരുപക്ഷെ ഇതായിരിക്കും ചെയ്ത പാട്ട്. ഇതിലെ ഒരു കോളേജിലൊക്കെ വെച്ച് പാടുന്ന ഒരു പാട്ടും ഭയങ്കര എപ്പോഴും ടി വിയിൽ വരുന്നതായിരുന്നു. എന്തായാലും ഈ നൊസ്റ്റാൾജിയ റൗണ്ടിൽ എടുക്കാൻ പറ്റിയ ഒരു പാട്ട് തന്നെയാണ് മോനെടുത്ത് വളരെ ഭംഗിയായിട്ട്. പിന്നെ കുറച്ചുകൂടെ മോന് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഓപ്പൺ ത്രോട്ട് ആവാമായിരുന്നു. ഫീലൊക്കെ ഉണ്ട്, അത് നല്ല ഫീൽ തന്നെയുണ്ട്. എനിക്ക് മെയിനായിട്ട് തോന്നിയത് ഹീ കൽപ്പടവിൽ ഹീ ആണ് ഈക്ക് വേറെ കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ബിന്ദുവിൽ എന്നൊക്കെ ഇട്ടൊരു തിങ്സ് കയ്യിൽ നിന്ന് എന്തോ കുറച്ച് പ്രശ്നങ്ങളായി പോയി. പിന്നെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പൂവിതളായി വന്ന പരിഭവം എന്നൊക്കെ പറഞ്ഞ ആ ഒരു കമ്പോസർ, അത് ഭയങ്കര രസമായിട്ട് തന്നെ അവർ ആ ഭാഗം അതിന്റെ ട്യൂൺ തന്നെ ഭയങ്കര രസമായിട്ടുണ്ട്. എന്തായാലും കേൾക്കാത്തവർക്ക് ഈ പാട്ട് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമാണ്. ഒന്ന് കേട്ടാൽ ആരും മറക്കാത്ത ഒരു ഗാനം. നന്നായിട്ട് തന്നെ പാടി ശ്രേയസ് കേട്ടോ. നല്ല ഷർട്ട് കേട്ടാ. ശ്രേയസ്, സർ, ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ കഴിഞ്ഞൊരു 10 ഇയേഴ്സിനുള്ളിൽ വന്ന വളരെ നല്ല കമ്പോസിഷൻസിൽ ഒന്ന് ആക്ച്വലി. ആൻഡ് ഇതൊരു പുതിയ പാട്ടാണ്. ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഫീൽ ഒരുപക്ഷെ എൻ്റെ നൊസ്റ്റാൾജിയ ആയിരിക്കില്ല ബീച്ചേട്ടന്. അതുപോലെ ഞാൻ എൻ്റെ തലമുറ കഴിഞ്ഞു വരുന്ന ആളുകളുടെ നൊസ്റ്റാൾജിയ ആയിരിക്കില്ല, നൊസ്റ്റാൾജിയയിലെ പാട്ടുകളായിരിക്കില്ല എനിക്കുള്ളത്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഗുഡ് ടൈംസ് ദേ ലീവ്. ഇത് ഒരുപക്ഷെ കഴിഞ്ഞ ഡിക്കേഡിൽ ജീവിച്ചിരുന്ന വ്യക്തികളുടെ നാളത്തെ നൊസ്റ്റാൾജിയയായി മാറുന്ന ഒരു പാട്ടാണ്. ഡെഫിനറ്റ്ലി ദിസ് ആൻ എവർഗ്രീൻ സോങ് ബൈ യുനോ ദ കമ്പോസിഷന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ ആ ഉന്നതമായ ശ്രേണിയിൽ ഇടം നേടുന്ന ഒരു ഗാനമാണ്. മോൻ ഇന്ന് പാടിയതിൽ മോന്റെ ഫീലിൽ മോന്റെ സ്റ്റൈലിൽ മോൻ റെൻഡർ ചെയ്തു. ചെറിയ ഫ്ലോസ് തോന്നിയത് ലാസ്റ്റ് ചരണത്തിലാണ്, ലാസ്റ്റ് തേർഡ് സ്റ്റാൻസയിൽ. അതിലാണ് കുറച്ച് പ്രശ്നങ്ങൾ തോന്നിയത്. ബാക്കി ആ ഹകാരം, അതായത് ഹീ കൽപ്പടവിൽ, അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരുന്നു. ചില സ്ഥലങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ ഒരു സോങ് ബീജി ചേട്ടൻ കഴിഞ്ഞ റൗണ്ടിൽ ഡിസ്കഷൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ശ്രേയസിനെ കൊണ്ട് പാടിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇറ്റ് ഇസ് എ വെരി ആപ്റ്റ് സോങ് ഫോർ യു. ഇതിന്റെ ഒറിജിനൽ ട്രാക്ക് പാടിക്കുന്നത് വേണുചേട്ടനാണ്. ചേട്ടനെയും ഈ അവസരത്തിൽ പ്രണമിച്ചുകൊള്ളുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ പ്രോജക്ട്സ്. ദിസ് വാസ് ഡൺ വെരി വെൽ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അനുപേട്ട. ശ്രേയസ്, നമുക്കിനി മാർക്സ് അറിയാം. ബിച്ചേട്ട on 30. 27.5 on 30. എക്സ്പ്രഷന് 2.5. താങ്ക് യു സർ.
താങ്ക് യു വിജേട്ടാ. റിം ചേച്ചി 27.5. Thank you, ചേച്ചി. 2.5. താങ്ക് യു റിം ചേച്ചി. മോനെ ഞാനും 27.5 ഔട്ട് ഓഫ് 30. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് 3.75 ഔട്ട് ഓഫ് 4. Thank you, Anubeta, which make your total score 91.25 on 100. ശ്രേയസ്, അപ്പം നമ്മുടെ 5th സ്റ്റേജിലെ എല്ലാ പെർഫോമൻസും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ? ശ്രേയസ്, എന്ത് തോന്നുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു 5th സ്റ്റേജ്? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. അപ്പം അടുത്ത സ്റ്റേജിൽ കാണാം ശ്രേയസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ കഴിഞ്ഞ പെർഫോമൻസോട് കൂടെ നമ്മുടെ 5th സ്റ്റേജ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് ITL World Junior Idol Season 2 സെമി ഫൈനൽസ് ആണ്. അതിനായി നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് നമ്മുടെ എലിമിനേഷൻ പ്രോസസ്, അടുത്ത എപ്പിസോഡ് നമുക്ക് എലിമിനേഷൻ ആണ്, അതിൽ കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് മീ മേഘ്ന ഓവറിംഗ് ഔട്ട് ഫ്രം ITL World Junior Idol